ഞാൻ നിൽക്കുന്ന ഒരു 17 വർഷം പഴക്കമുള്ള ഒരു മോഡുലാർ കിച്ചൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. To use quality materials, that is what is most appreciable. I'm happy. That's all. താങ്ക് യു. ഞാൻ നിൽക്കുന്ന ഒരു 17 വർഷം പഴക്കമുള്ള ഒരു മോഡുലാർ കിച്ചൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഈ കിച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായി ഇത് മേക്ക് ചെയ്തിട്ട് പഴയ സ്റ്റൈലിൽ പഴയ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം പഴയ ഷർട്ട് പല വുഡൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് ഒന്നും ഇതിനകത്തില്ല. എല്ലാ ഷർട്ടേഴ്സ് ആയിരുന്നു. പണ്ടൊക്കെ അങ്ങനെ സ്റ്റോറേജ് ആയിട്ടൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. എല്ലാ ഷർട്ടേഴ്സും ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും കൂടുതലും ഈ സ്പൈസൊക്കെ നമ്മൾ മാക്സിമം വിസിബിളായിട്ട് വെക്കുക എന്നുള്ളതാണ് അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ഡിസൈനിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണല്ലോ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് നമ്മളിപ്പം കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ഷർട്ടേഴ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതലും നമുക്ക് ഈ ഒരു ഏരിയ തന്നെ കൂടുതൽ സ്റ്റോറേജ് കിട്ടും. മാത്രമല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ രീതിയിൽ നമ്മൾ കിച്ചൺ കബോർഡ് ചെയ്യുമ്പം നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഡാഡോ ടൈൽ നമ്മൾ ഫിക്സ് ചെയ്യും. ആ ഡാഡോ ടൈലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ അപ്പർ ക്യാബിനറ്റ്സ് വരുന്നത്. അത് മാക്സിമം 60 സെൻറ്റിമീറ്റർ ആണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത്. അതൊരു 80 to 90 സെൻറ്റിമീറ്റർ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. 17 വർഷം കഴിഞ്ഞ ഒരു കിച്ചണാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പം അതിനകത്ത് നേരത്തെ ഇരുന്ന ഹുഡും ഹോബും മാത്രമേ നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ബോഷിൻ്റെ ഹുഡും ഹോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് 2-3 years ആയി. വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും ഏത് മെഷീൻ വാങ്ങിച്ചാലും നമ്മൾ കുക്ക് ചെയ്യുമ്പം എന്തെങ്കിലും കാരണവശാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലോ അല്ലെങ്കിൽ മിൽക്കോ ഒക്കെ ഇതിൽ നിന്ന് വീണ് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഇതിനകത്ത് ഇപ്പം ഇത് നമ്മളിങ്ങനെ എടുത്ത് റിമൂവ് ചെയ്യുമ്പം ഇതിനകത്ത് ഇങ്ങനെ ബർണറുണ്ട്. ഈ ബർണറിൻ്റെ ഇതിനകത്തൊരു ചെറിയ ബ്രാസിൻ്റെ ഒരു പിന്നുണ്ട്. ആ അകത്തോട്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിങ്ങിൻ്റെ മിൽക്കോ ഓയിലോ ഈ ഹോളിനകത്ത് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് പ്രോപ്പറായിട്ട് വരത്തില്ല. ആ സമയം നമ്മുടെ ഗ്യാസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുമില്ല. നമ്മളിത് പ്രോപ്പറായിട്ട് ഈ ഓയിലൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓട്ടോ ഇഗ്നിഷനൊന്നും ഒരിക്കലും കംപ്ലയിൻറ്റ് വരത്തില്ല. ഇപ്പോൾ നല്ല പക്ക വർക്കിംഗ് ആണ്. ഇപ്പോൾ 2-3 years ആയി നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാ ബർണറും വർക്കിംഗ് ആണ്. പക്ഷേ കുറച്ച് ഓയിലുണ്ട്. നമ്മളിന്നത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്ത് ഇന്ന് സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ഒരു 6 month കൂടുമ്പോൾ ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമായൊരു കാര്യമാണ്. ഞങ്ങളുടെ കമ്പനി അതിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക വിങ് ഉണ്ട്. അതിന് ഞങ്ങൾ പറയുന്ന ആംസൺ ലൈഫ് എന്നാണ്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും അഥവാ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാത്ത വർക്കുകളാണെങ്കിൽ തന്നെ ക്ലയൻറ്റ് ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഈ സർവീസൊക്കെ ഞങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങളുടെ സിങ്കിൻ്റെ പൊസിഷൻ ഈ പ്ലേസിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ സിങ്ക് നമ്മൾ നേരത്തെ വെച്ച സമയത്ത് തന്നെ നമ്മൾ ആക്ച്വലി ഗ്രാനൈറ്റിൻ്റെ അടിയിൽ വെച്ച സിങ്ക് അല്ല വെച്ചേക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ ടോപ്പിൽ ഗ്രൂവ് ചെയ്തിട്ടാണ് ഈ സിങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ലീക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ല. ഈ വീടിൻ്റെ ലിവിങ് ഡൈനിങ്ങിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 17 വർഷമായി. ഇതിനകത്ത് ഞങ്ങൾ ഈ 17 കൊല്ലത്തിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. പെയിൻറ്റിങ്ങിലോട്ടും പോയിട്ടുണ്ട്, കേർട്ടൻസിലോട്ട് പോയിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി വെൽ മെയിൻറ്റെയിൻ ആണ്. എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ബ്രാസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ബ്രാസിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഇത് ബ്രാസിൻ്റെ വിളക്കാണ്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് പോളിഷ് ചെയ്ത് എപ്പോഴും ബ്രാൻഡ് ന്യൂ ആക്കി തന്നെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബ്രാസിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വെൽ മെയിൻറ്റെയിൻ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഈ ബ്രാസൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറേ ചേഞ്ച് ആവും. അത് നമ്മുടെ വീട്ടിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രാസ് ഐറ്റംസ് എപ്പോഴും വെൽ മെയിൻറ്റെയിൻ ആയിരിക്കണം. കേട്ടോ, ഇതൊക്കെ നമുക്ക് ഇപ്പം ഇങ്ങനെ കാണാൻ പോലും കിട്ടത്തില്ല. പക്ഷേ ഇതൊക്കെ എപ്പോഴും തിളങ്ങിയിരിക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. അപ്പം അതേപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്താണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. സാധാരണ രീതിയിൽ ബ്രാസൊക്കെ ഒരു നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 4 years വരെ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ച്വലി ഒരു 6 seater ഡൈനിങ് ടേബിളാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ക്രോക്കറി ഷെൽഫുണ്ട്. ഇതൊക്കെ എല്ലാം പഴയ അന്നത്തെ ഡിസൈനിലാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം വെൽ മെയിൻറ്റെയിൻ ആണ്. അതുപോലെ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ കളർ യെല്ലോയും വൈറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 3-4 years കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും, ഫിനിഷിങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഡാമേജസ് ഒന്നുമില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വീട് നമ്മൾ എപ്പോഴും 2-3 years അല്ലെങ്കിൽ 4 years കഴിയുമ്പം ഇതുപോലൊരു ചെറിയ മെയിൻ്റനൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും ലൈവായിട്ടും ഭംഗിയായിട്ടിരിക്കും. ഇപ്പം ഞാൻ ആ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കോമ്പൗണ്ടിൽ ഒരു 4-5 വീടുള്ള ഒരു വില്ലയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ ഇവിടെ പുറത്ത് ചെയ്തേക്കുന്നത് 2 വീടിൻ്റെയും ഇന്റർലോക്കാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. പഴയ ഇന്റർലോക്ക് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഇന്റർലോക്കാണ് ഫുൾ റീൽ ചെയ്തേക്കുന്നത്.
അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വീടിൻ്റെ ഒരു പാത്ത് വേ ആണ് ഈ സെൻറ്റർ കാണുന്നത്. ഇതിൻ്റെ വർക്ക് കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ഈ രണ്ട് സൈഡും ചെയ്തതുകൊണ്ട് ഇവിടെ നമ്മളൊരു ബ്ലാക്ക് ഫിനിഷ് ഒരു റോഡ് പോലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്വേയുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ ബ്ലാക്ക് പോളിഷ് ആണ് ചെയ്യുന്നത്. ഇന്റർലോക്കിൻ്റെ മുകളിൽ പെയിൻറ്റിനെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ഇതിനൊരു പോളിഷ് മാർക്കറ്റിൽ കിട്ടും. ആ പോളിഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടെ ലാസ്റ്റ് ചെയ്യും. പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാം മാറ്റി ഇനി ഇതിനെ നാളെ കൊണ്ട് ഇതെല്ലാം വാഷ് ചെയ്തിട്ടായിരിക്കും ഈ പോളിഷിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നത്. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആവും. നമ്മളിപ്പോൾ ഇൻ്റർലോക്ക് ഉപയോഗിച്ചേക്കുന്ന ഭാഗം നമ്മൾ പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമല്ല. കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ നമ്മൾ ടൈലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർലോക്ക് മാക്സിമം ഒഴിവാക്കുക. ഇവിടെ നമ്മൾ ഇൻ്റർലോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കാറിൻ്റെ വെയിറ്റും ആ ഒരു ഭാഗത്തുള്ള ടൈൽസും ഇൻ്റർലോക്കും താന്നു പോകാൻ ചാൻസ് ഉണ്ട്. കഴിവതും അവിടെ ഇൻ്റർലോക്ക് ചെയ്യാതെ അവിടെ കോൺക്രീറ്റ് ചെയ്ത് ടൈൽ തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ്റർലോക്ക് ലേ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻ്റർലോക്ക് ലേ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സർഫേസ് എപ്പോഴും വെൽ മെയിൻറ്റെയിൻ ആണോ, അതുപോലെ അതിൻ്റെ വെള്ളം ഒഴുകിപ്പോകുന്ന ഏരിയ പ്രോപ്പർ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ചിപ്സ് ഇടേണ്ടത്. ചിപ്സ് ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻ്റർലോക്ക് ലേ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ചിപ്സ് എപ്പോഴും നമ്മൾ 2 ഇഞ്ചോ 3 ഇഞ്ചോ തിക്നെസ്സിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇൻ്റർലോക്ക് ഭാവിയിൽ താന്നു പോകാൻ ചാൻസ് കുറവായിരിക്കും. കാരണം വരുന്ന ഈ മഴവെള്ളം മാക്സിമം ആ ചിപ്സിൻ്റെ അടിയിൽ കൂടെ അത് പിടിച്ചു പൊയ്ക്കോളും. ചിപ്സിൻ്റെ കനം കുറവാണെന്നുണ്ടെങ്കിൽ മഴയുടെ വെള്ളമൊക്കെ കൂടുതൽ വരുമ്പോഴത്തേക്ക് ചിപ്സിൻ്റെ തിക്നെസ് കുറവാകുമ്പോഴത്തേക്കും ആ ഇൻ്റർലോക്ക് താന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഞങ്ങൾ ചെയ്തേക്കുന്നത് ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചാൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ മാക്സിമം തിക്നെസ് ഇട്ടാണ് ഇവിടെ വർക്ക് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഓണറിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. മാമിൻ്റെ പേര് ലത എന്നാണ്. മാഡം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എയർപോർട്ട് ഓഫ് ഇന്ത്യയിലെ GM ആയിരുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ GM ആണ്. വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന മാഡമാണ്. അപ്പം സാറിൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. സാർ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ആയിരുന്നു. സാർ ഇപ്പം ഈ ഒരു വീടിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റർ ആണ് ഇപ്പം നിലവിൽ. അപ്പം ഞങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളാണ് ഈ വീടിൻ്റെ റിനോവേഷനും റിപ്പയറിങ്ങും മെയിൻ്റനൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇപ്പം ഞങ്ങൾ കുറേ വർക്ക് ഇപ്പം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ വർഷവും ഞങ്ങൾക്ക് കുറച്ച് വർക്കുകൾ കിട്ടാറുണ്ട്. എന്തെങ്കിലും എമർജൻസി വന്നാലും ഞങ്ങൾ വന്ന് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എമർജൻസി ഒരു ഏരിയ തന്നെ ഉണ്ട്. ആംസൺ ലൈഫ് എന്നൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ, കുറച്ച് പെയിൻറ്റിങ്, കുറച്ച് പ്ലംബിങ്, അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളാണെങ്കിലും ഞങ്ങളത് വെൽ മാനേജ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് മാഡത്തിനോട് തന്നെ ചോദിക്കാം. എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? I have a very good opinion about Amsons. Okay. You know why? Because right from the beginning, whenever I wanted, ഞാൻ ഇംഗ്ലീഷ് പറയുന്നുണ്ട് തെറ്റില്ല. So we don't have to run around for plumber, for an electrician, or for a painter or whatsoever. So it's easy for us as senior citizens sitting at home and getting things done. That is one main thing. And then right now, after the recent rains, the entire outside was so shabby. The tiles had gone slimy, the walls peeling and with fungus and all those things. The plants had also wilted because of excessive rain. So we had to do something quickly to do a complete makeover. So immediately I thought of Mr. Manoj from Amsons, and then I called him and he came and he took over. So by now you can see, he will show you the things that he has done. The only one work is pending, that is the pathway. There he tells me that he is going to make it like the runway of an airport. So I'm waiting to see that. Yeah. The exterior was so totally bad that now I'm happy to sit and watch the exterior. So thanks to Mr. Manoj, and I'll be contacting you even in future. So I'm very happy. So satisfaction is not the word. Customer ecstasy is the word. Okay. Yeah, thank you madam. Thank you so much for your valuable feedback. Amson വളരെ prompt ആണ്. വർക്ക് കൊടുത്താൽ within 1 or 2 hours somebody will come and attend the work. prompt ആണ് വളരെ. പിന്നെ വളരെ വർക്ക് വളരെ നീറ്റാണ്. നിങ്ങൾ അഡ്വാൻസായി പൈസ വാങ്ങില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വർക്ക് ഓൺലി യു ആർ കളക്ടിംഗ് ദ മണി. So according to the auditor, I think that's an advantage. പലരും വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ചോദിക്കും. നിങ്ങളത് ചോദിക്കാനില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അത് ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. You use quality materials. That is what is
most appreciable, you know, so the quality materials, not those cheap things and all that. So I'm happy. I'm happy. That's all. താങ്ക് യു